ഇപ്പൊ വീട്ടിൽ പണിയെടുക്കാൻ അറിയുമെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ കത്തിച്ച് നമ്മൾ ഇതേ നോൺ സ്റ്റിക്കിന്റെ മറ്റേ ദോശക്കല്ലിട്ട് ചൂടൊക്കെ ഉണ്ട്, അണ്ണാക്കൊക്കെ പൊള്ളിയെടുത്തു. അപ്പൊ ഈ ദോശമാവ് അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ആദ്യം ഇങ്ങനെ കറക്കണം. ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇതിങ്ങനെ എടുക്കണം. ദോശയായി. ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് ഇത് മറിച്ചെങ്ങനെ ഇടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ കടമ്പ തന്നെ കിടക്കണം. താൻ അധികം ചൂടാവാനും പാടില്ല, എന്നിട്ട് ചൂടാവണം താനും എന്നൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ വേണം ഈ ദോശക്കല്ലിൽ നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഇതറിയില്ലാത്ത കുറേ പേര് ഈ ദോശ അവിടെ വിട്ടൊക്കെ പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകും. ചിലപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ അടർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പോരാളി വന്നിട്ട് നമ്മുടെ കിർക്കിട്ട് കുത്തും. ഇവരൊക്കെ സൂക്ഷിച്ചും കൊണ്ടേ നടക്കുന്ന സാധനമായതുകൊണ്ടേ നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് നഷ്ടം വലിയ രീതിയിൽ നികത്തേണ്ടി വരും. മേടിച്ചു കൊടുത്താൽ തീരുമെന്ന് ഓർത്തതിന് അതൊന്നും തീരൂല്ല കേട്ടോ. ഇതിനൊക്കെ നമ്മൾ പുറകെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. നല്ല സാധനമായിരുന്നു, പോയി എന്നും പറഞ്ഞു. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ചെയ്യണം. പേടിച്ചു കൊടുത്ത പ്രശ്നം തീരുമെന്ന് ഓർത്തതിനെ തീരുമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ. അപ്പൊ പിള്ളേര് അങ്ങനെ മറിച്ചിടാനുള്ള ക്ഷമയായിട്ട് പിള്ളേര് അപ്പൊ എന്ത് ചെയ്യണമെന്നിട്ട് ചട്ടകം ഇങ്ങനെ പിടിക്കണം. നല്ല ബലത്തിലൊന്നും പിടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഉള്ളിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ മറിച്ചിടുക. തീർന്ന പരിപാടി. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം കേട്ടോ. നിങ്ങളൊക്കെ കുറച്ച് ഇടയ്ക്ക് നോക്കിയും കണ്ടൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ദോശ മേക്കിങ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോസൊക്കെ ഇരുന്ന് കാണണം കേട്ടോ.